നിയമന നിരോധനം നീക്കി ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിൽ KSEBയുടെ കടുംവെട്ട്. 652 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം അത് 306 ആക്കി ചുരുക്കി. മാനേജ്മെന്റ് നടത്തിയ ചർച്ചയുടെ ഭാഗമായുണ്ടായ തീരുമാനങ്ങൾ അട്ടിമറിച്ചെന്ന് ആരോപിച്ച് KSEBയിലെ CPIM അനുകൂല സംഘടനകൾ ഈ മാസം 17 മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങും. റിപ്പോർട്ടറാണ് KSEBയിൽ 3 വർഷത്തിലേറെയായി തുടരുന്ന നിയമന നിരോധനം തുടർച്ചയായി വാർത്തയാക്കിയത്. ജനങ്ങൾക്ക് യഥാസമയം പൂർണ്ണമായും തൃപ്തികരമായും സേവനം കൊടുക്കാൻ കഴിയുന്നില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ മാതിരി കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതെ നിരുത്തരവാദപരമായി പോവുകയാണ് മാനേജ്മെന്റ്. വർക്കേഴ്സ് അസോസിയേഷൻ എന്ന അംഗീകൃത സംഘടനയുമായി ചർച്ച ചെയ്ത് റിട്ടേൺ അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഏകപക്ഷീയമായി പിന്തിരിയുന്ന സമീപനത്തെ അംഗീകരിക്കാൻ കഴിയില്ല. വൈദ്യുത ബോർഡിനും കേരളത്തിലെ ഉപഭോക്താക്കൾക്കും വേണ്ടി ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അനിശ്ചിതകാല പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളെവരെയും അറിയിക്കുകയാണ്. TV പ്രസാദാണ് ഈ വാർത്ത തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തത്. നിയമന നിരോധനത്തെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടേയിരുന്നത് പ്രസാദാണ്. TV പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. നമ്മൾ അനുസ്യൂതം തുടർന്ന ആ വാർത്താ പരമ്പരകൾ അതിപ്പോൾ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. 652 ഒഴിവുകൾ അത് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും 306 ആക്കി ചുരുക്കിക്കൊണ്ടുള്ള ഈ തീരുമാനങ്ങളിലെ അട്ടിമറി, കടുംവെട്ട് അതെല്ലാം ഭരണാനുകൂല സംഘടനയ്ക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് സമരത്തിന്റെ വിവരങ്ങൾ? എങ്ങനെയായിരിക്കും പ്രതിഷേധം? ഗുഡ് ഈവനിംഗ് സുജിയ. CPM അനുകൂല സംഘടനകൾ തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ കഴിഞ്ഞ 3 വർഷമായി KSEBയിൽ നടക്കുന്ന പുനഃസംഘടനയുടെ പേരിൽ അവിടുത്തെ ഒഴിവുകൾ KSEB റിപ്പോർട്ട് KSEB റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതായത് ഈ പുനഃസംഘടനയുടെ പേരെന്ന് പറഞ്ഞാൽ നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചത് 30,321 ജീവനക്കാർ മാത്രമേ KSEBയിൽ പാടുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചവിട്ടിപ്പിടിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 27,000 ജീവനക്കാർ പോലും ഇല്ല KSEBയിൽ എന്നതാണ്. മറ്റു വകുപ്പുകളെ പോലെയല്ല സുജിയ. കാരണം KSEBയിൽ ഉണ്ടാകുന്ന ഈ ജീവനക്കാരുടെ കുറവ് അത് നേരിട്ട് ബാധിക്കുന്നത് ജനങ്ങളെയാണ്. കാരണം ഇവിടുത്തെ KSEBയിലെ വൈദ്യുതി വിതരണ രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. പല സബ്സ്റ്റേഷനുകളിലും ആളില്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം പോലും ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലാണ് ഭരണാനുകൂല സംഘടന CITUവിൻ്റെ നേതൃത്വത്തിൽ തന്നെ നേരത്തെ പലതവണ പ്രക്ഷോഭവും സമരവും നടത്തിയത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ നിയമന നിരോധനം പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് KSEB വരികയും ചെയ്യുന്നത്. നേരത്തെ നിയമന നിരോധനമുണ്ട് എന്ന വാർത്ത രേഖകൾ സഹിതം, അതായത് KSEBയുടെ തന്നെ രേഖകൾ സഹിതം റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. നമ്മളതിനെ പിന്തുടരുകയും ചെയ്തു. അതിനുശേഷമുള്ള ഈ CITU യൂണിയനുകളും മാനേജ്മെൻറ്റും തമ്മിലുള്ള ചർച്ചയിലാണ് 912 പേരെ നിയമിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. അത് പിന്നീട് 652 മാറി. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് KSEBയുടെ തീരുമാനം വരുന്നത്. ആ തീരുമാനപ്രകാരം വെറും 306 പേർക്ക് മാത്രമാണ് നിയമനം എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് KSEB എംപ്ലോയീസ് ഫെഡറേഷൻ, അതായത് അവിടുത്തെ CITU സംഘടനകളുടെ കൂട്ടായ്മയാണ്, അവരുടെ നേതൃത്വത്തിൽ ഈ മാസം 17 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് സമരത്തിലേക്കാണ് നീങ്ങുന്നത്. അതിൻ്റെ തീരുമാനമാണ് ഇപ്പോൾ സംഘടന എടുക്കുകയും ചെയ്യുന്നത്. പട്ടത്തെ വൈദ്യുതി വകുപ്പിൻ്റെ ആസ്ഥാനത്ത്, വൈദ്യുതി ബോർഡിൻ്റെ ആസ്ഥാനത്താണ് ഈ സമരം തുടങ്ങുക. ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, സബ് എഞ്ചിനീയർമാർ, ജൂനിയർ അസിസ്റ്റന്റുമാർ തുടങ്ങി നിരവധി ആളുകൾ റാങ്ക് ലിസ്റ്റിൽ തുടരുന്ന സമയത്ത് ഒരാളെ പോലും നിയമിക്കാൻ KSEB കഴിഞ്ഞ 3 വർഷത്തിലേറെയായി തയ്യാറായില്ല. ഏറ്റവും ഒടുവിലാണ് 912 എന്നത് 652 ആകുന്നു. 652 തീരുമാനത്തിലേക്ക് വരുമ്പോൾ KSEB മാനേജ്മെൻറ്റ് അതും വേണ്ട, 306 മതി എന്ന് പറയുന്ന ഒരു കടുംവെട്ട് KSEBിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനെതിരെ ഭരണാനുകൂല സംഘടന തന്നെ ശക്തമായ സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CPIM അനുകൂല സംഘടന തന്നെ സമരത്തിനിറങ്ങുകയാണ്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.